നേരത്തെ പറഞ്ഞ പോലെ 5th ക്വസ്റ്റ്യൻ അപ്പുറത്തെ പേജിലുണ്ട്. ഒരു 5 minutes കഴിയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണിക്കും. അതൊരു ന്യൂ ക്വസ്റ്റ്യൻ ആണ്. സോ കുറച്ച് സമയം എടുക്കുക ചെയ്യാൻ. നമ്മളത് ആ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും ഫിഗറൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഈ പേജിലേക്ക് തിരിച്ചു വരും കേട്ടോ. സോ ഒരു 5 minutes കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണും. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ ആ ക്വസ്റ്റ്യനിലെ ഒന്ന് വായിച്ച് അതിലെ ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് ചെയ്താൽ കേട്ടോ, ഫിഗറും വരയ്ക്കുക. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ചെക്കിംഗ് ടൈമാണ്. അതിന് മുന്നായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെ നെക്സ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക് ഒന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസ് ഫിസിക്സ് തന്നെയാണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. സോ സ്റ്റഡി സർക്കിളിൽ കയറാത്ത കുട്ടികൾ മസ്റ്റായിട്ട് അത് റിവൈസ് ചെയ്തിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ. ദെൻ എക്സാം വരുന്ന ഇന്നത്തെ ക്ലാസ് നമ്മുടെ ടോപ്പിക്കാണ് ചാപ്റ്റർ നമ്പർ 3 കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് എക്സാം വരുന്നത്. സോ എക്സാം നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് വരാം. എസ്പെഷ്യലി ആ ഇക്വേഷൻസും ഇക്വേഷൻ്റെ ടേംസും അതിൻ്റെ കോണ്ടെക്സ്റ്റും പഠിച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് വരാൻ, അല്ലെങ്കിൽ ആ ക്ലാസ് ടൈം വേസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ആൻസേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം is 0.055. Its magnetic susceptibility will be, നമ്മുടെ ഇക്വേഷൻ ആണ് μr is equal to 1 plus chi. So chi is equal to μr minus 1, that is equal to 0.055 minus 1, that is minus 0.945. 1 mark. Second question: a bar magnet of magnetic moment 6 joule per Tesla is aligned 60 degree with a uniform external magnetic field of 0.44 Tesla. Calculate first one. The work done in turning the magnet to align its magnetic moment normal to the magnetic field. So the equation ആണ് W is equal to work done is equal to minus mb cos theta 2 minus cos theta 1. theta 1 60 degree ആണ്, theta 2 നോർമൽ ആയിട്ട് അലൈൻ ചെയ്യേണ്ടത്. സോ 90 degree ആണ് theta 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടുന്നത് 1.32 ജൂൾ ആണ്. Then I'll B question. Work done in turning the magnetic align that opposite to the magnetic field. നമുക്കിനി ഈ മാഗ്നറ്റിക് ഡൈപോളിനെ ഓപ്പോസിറ്റ് ടു മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ ചെയ്യണം, which means theta 2 ഇവിടെ 180 degree ആണ്. സോ സെയിം ഇക്വേഷൻ, എം സെയിം തന്നെ, ബി സെയിം തന്നെ, theta 1 സെയിം തന്നെ. ഒറ്റ വ്യത്യാസം, theta 2 is 180 degree now. Magnetic dipole moment is directed in opposite direction to magnetic field, which means angle is 180 degree. So substitute ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടുക 3.96 joule ആണ്. Next question: the torque on the magnet in the final orientation in the case 2. കേസ് 2 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കുന്ന ആ കേസിലെ ടോർക്ക് ആണ് ഇക്വേഷൻ. ടോർക്ക് ഈസ് ക്വസ്റ്റ്യൻ. Torque is mb sin theta and theta is 180 degree. Sin 180 is 0. So torque is 0. This is second question. Now, third question. A wire of length 4.4 meter is bent round in a shape of a circular loop and carries a current of 1 ampere. The magnetic moment of the loop will be. So magnetic moment ആണ് equation ആണ് I into A. I തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടില്ല. ബട്ട് ഏരിയയ്ക്ക് പകരം തന്നിരിക്കുന്നത് സർക്കംഫറൻസ് ആണ്. പെരിമീറ്റർ തന്നിട്ടുണ്ട് 4.4. So in the radius equal to 4.4 by 2 pi. Then area is equal to pi r square. R e value substitute here. So pi r square is 1.54 meter square കിട്ടും. Then magnetic moment is 1.54 into 1, which is 1.54 ampere meter square. 1 mark. Yes, fourth question. An alpha particle is projected with the velocity v is equal to 3 into 10 raised to 5 meter per second I cap into a region in which magnetic field B is equal to 0.4 Tesla I cap plus 0.3 Tesla J cap exist. Calculate the acceleration of the particle in the region given the charge to mass ratio തന്നിട്ടുണ്ട്. 4.8 into 10 raised to 7 coulomb per kilogram ആണ് ആൽഫ പാർട്ടിക്കിൾ. സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് F vector is equal to Q into V cross B. Then for any force F is equal to M A vector, mass into acceleration. So mass into acceleration is equal to Q into V cross B. Then നമുക്ക് acceleration ആണ് കാണേണ്ടത്. So acceleration is equal to Q by M into V cross B. Now we have to find V cross B. V cross B കാണണമെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് ഫോമിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. I cap, J cap, K cap. V യുടെ കമ്പോണൻസ് എഴുതാം, B യുടെ കമ്പോണൻസ് എഴുതാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. 0.9 into 10 raised to 5 K cap. ഇതെങ്ങനെ ഡിറ്റർമിനൻസ് കണ്ടുപിടിച്ചു എന്ന് അറിയാനാണെങ്കിൽ
നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ്സിൽ ആബ്സെന്റ് ആയ ആൾക്കാർക്ക് ആ ക്ലാസ്സിൽ ആ ഒരു വീഡിയോ എടുത്ത് കാണാം. ഹൗ ഡു യു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ്. അതിൽ മാത്സ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണാമെന്ന്. മാത്സ് സബ്ജക്റ്റ് ഇല്ലാത്ത ആൾക്കാർ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്ന് കാണാം കേട്ടോ. ഹൗ ഡു വി ഗെറ്റ് 0.9 into 10⁵ k cap. And finally, acceleration is equal to q by m into v cross b. V cross b is this. Q by m is given 4.8 into 10⁵. So multiply a final answer is 4.32 into 10⁻12 meter per second square k cap. 3 marks. Final question. ഇതാണ് നമുക്കൊരു ക്ലാസ് ചെയ്യിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Rectangular loop carries a current of 1 ampere. A straight long wire carrying 2 ampere current is kept near the loop in the same plane as shown in the figure. Find the torque acting on the loop and then the magnitude and direction of the net force on the loop. ശ്രദ്ധിക്കാം. So ആദ്യം ടോർക്ക് കാണണം. Torque acting on a rectangular loop. Our equation on tau is equal to NIAB sin theta. ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ കറണ്ട് ഇങ്ങനെ ഒരു വയറുള്ള കറണ്ട് ഫ്ലോ ചെയ്യാണ്. 2 ആംപിയർ ആണ് കറണ്ട്. അതിൻ്റെ അടുത്ത് ഒരു റെക്ടാങ്കിൾ ലൂപ്പ് വെച്ചിരിക്കുകയാണ്. അതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. 1 ആംപിയർ ആണ്. ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് കാണേണ്ടത് ടോ ആണ്, ടോർക്ക് ആണ്, which is NIAB sin theta. What is theta here? Theta is the angle between A vector and B vector. What is the angle here? Magnetic field ഡയറക്ഷൻ നോക്കാം. കറണ്ട് ഈ ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷൻ തമ്പ് വയ്ക്കുക റൈറ്റ് ഹാൻഡിലെ 4 ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലൂപ്പിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ. വാട്ട് ഈസ് ഏരിയ വെക്ടർ ഹിയർ? ഏരിയ ഇരിക്കുന്നതും സെയിം പ്ലെയിനിലാണ്, വിച്ച് മീൻസ് ഏരിയ വെക്ടറും ഇൻ ടു ദ പ്ലെയിൻ ആണ്. സോ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും സെയിം ഡയറക്ഷൻ ആണ്, വിച്ച് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 ഡിഗ്രി. സോ NIAB sin 0 ഡിഗ്രി വരും. Sin 0 is 0. So torque is 0. So torque acting on this loop is 0. Now, what is the net force acting on this loop? Net force ആണെങ്കിൽ ഇവിടെ there are 4 different sides. So net force ആണെങ്കിൽ we have to find out the force acting on each of the sides and we have to add it. Vector sum ചെയ്യണം. But നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മുകളിലെ സൈഡും താഴെ സൈഡും ഈ ലെങ്ത് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. They are both at equal distance and the same current is flowing in them. Clear ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ. And left hand rule, നമ്മൾ Fleming's left hand rule യൂസ് ചെയ്യുകയാണെങ്കിൽ we get that the force acting on these two sides are equal ആണ് ഓൾറെഡി കിട്ടി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഈ രണ്ട് സൈഡിലെ, അതായത് അപ്പർ സൈഡും ലോവർ സൈഡിലുള്ള ഈ രണ്ട് സൈഡിലെ ഫോഴ്സ് നമ്മൾ സം ചെയ്യുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. They are both equal and opposite. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ. സോ what we need to find out is ഈ രണ്ട് സൈഡ്സിലെ നെറ്റ് ഫോഴ്സ് കാണാം, ഈ രണ്ട് സൈഡ്സിലെ ഫോഴ്സ് കാണാം, അതിന് സം ചെയ്യാം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് റൂൾ യൂസ് ചെയ്ത് നമുക്ക് ഓൾറെഡി കിട്ടും. ഇൻ ടു ദ പ്ലെയിൻ കറണ്ട് ഇങ്ങോട്ട് ഫോഴ്സ് ഈ ഡയറക്ഷനാണ്, ഈ സൈഡിലെ ഫോഴ്സ് ഈ ഡയറക്ഷനാണ്, ഈ സൈഡിലെ ഫോഴ്സ് ഈ ഡയറക്ഷനാണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇതിലെ ഫോഴ്സ് കാണാം, ഇതിലെ ഫോഴ്സ് കാണാം, മൈനസ് ചെയ്യാം, നെറ്റ് ഫോഴ്സ് കിട്ടും. സോ ഫസ്റ്റ് F1 ഈ സൈഡിലുള്ള ഫോഴ്സ്. നമ്മുടെ ഇക്വേഷൻ എന്താ? The force acting between two parallel current carrying conductors. mu 0 I1 I2 by 2 pi A into L. Into L ചെയ്താൽ ടോട്ടൽ ഫോഴ്സ് ആവുള്ളൂ, അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആവുള്ളൂ. സോ ഇൻറ്റു L വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then F2 ഈ സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സെയിം ഇക്വേഷൻ. mu 0 സെയിം ആണ്, I1 I2 സെയിം ആണ്, 2 pi സെയിം. A മാത്രം ഡിഫറെൻ്റ് ഉള്ളൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു വയേഴ്സ് അത് ഡിഫറെൻ്റ് ആണ്. എന്ത് വരും? 1 + 1 2 സെന്റിമീറ്റർ വരും. വേറെ ഫസ്റ്റ് സിറ്റുവേഷനിൽ 1 സെന്റിമീറ്റർ ആയിരുന്നു. സോ ആ എയിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ. സോ നെറ്റ് ഫോഴ്സ് ആണെങ്കിൽ ഈ രണ്ട് വാല്യൂസ് മൈനസ് ചെയ്യാം, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക 10⁻⁻6 ന്യൂട്ടൺ ആണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 മാർക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കും, ടോട്ടൽ 3 മാർക്സ്. അങ്ങനെ മൊത്തം എക്സാമിന് 10 മാർക്സ് കൂട്ടി എഴുതുക, ഷാർട്ട് സെൻഡ് ചെയ്യുക. ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. തിരിച്ചു വരാം.